ഒടുവിൽ വെള്ളാപ്പള്ളി നടേശനെ തേടി എത്തേണ്ടവർ എത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് പ്രമുഖരായിട്ടുള്ള നേതാക്കളൊക്കെ തന്നെ വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹത്തിന്റെ വസതിയിൽ ചെന്ന് കണ്ട് സൗഹൃദ സംഭാഷണം നടത്തി അദ്ദേഹവുമായിട്ടുള്ള ബന്ധമൊക്കെ തന്നെ പുതുക്കിയത്. അത് കണ്ട കേരള ജനത ഒരുപക്ഷെ ഒന്നടങ്കം ചോദിച്ച ഒരു ചോദ്യം, നിങ്ങൾ ഇത്രയും നാൾ എവിടെയായിരുന്നു? വളരെ നേരത്തെ തന്നെ നിങ്ങൾ എത്തി അദ്ദേഹവുമായിട്ട് കൂടിക്കാഴ്ച നടത്തി അദ്ദേഹത്തെ കൂടെ കൂട്ടേണ്ടതായിരുന്നില്ലേ എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. ഏറ്റവും ഒടുവിൽ അല്പം വൈകിയെങ്കിൽ പോലും വെള്ളാപ്പള്ളി നടേശനെ തേടി അവർക്ക് എത്താൻ കഴിഞ്ഞു. അതിനുള്ള ഒരു സൗമനസ്യം അവര് കാണിച്ചിട്ടുണ്ട്. ഈ ചോരയെ തിരിച്ചറിയുമെന്നൊക്കെ പറയുന്നത് പോലെ തങ്ങളുടെ ബന്ധുവിനെ ഏറ്റവും ഒടുവിൽ BJP അങ്ങനെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. വെള്ളാപ്പള്ളിയെ അങ്ങനെ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കർ 2 ദിവസം മുൻപാണ് കണിച്ചുകുളങ്ങരയിലെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയത്. ഏറെ നേരത്തെ ഒരു സൗഹൃദ സംഭാഷണമാണ് നടന്നത്. ഉച്ചവരെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ഉച്ചയ്ക്ക് അവിടെ നിന്നും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പ്രകാശ് ജാവദേക്കർ മടങ്ങിയത്. നമുക്കറിയാം, വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. വർഗീയ വിദ്വേഷ പരാമർശങ്ങളിലൂടെ ഏറ്റവും മികച്ച BJPയെ പോലും തോൽപ്പിക്കുന്ന ഒരു വർഗീയവാദി പട്ടം ചാർത്തിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ നിറഞ്ഞാടി കേരള രാഷ്ട്രീയത്തിൽ നാണം കെട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ഏതാണ്ട് 1-2 വർഷത്തെ ഒരു വെള്ളാപ്പള്ളി നടേശന്റെ പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം തുടർച്ചയായിട്ട് വർഗീയ വിഷം തുപ്പുന്ന പരാമർശങ്ങള് പ്രസ്താവനകളൊക്കെ തന്നെയാണ് നടത്തുന്നത്. ഒരു വിഭാഗത്തിനെതിരായിട്ട് അവർ വിഭാഗത്തിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവര് അനധികൃതമായിട്ട് പലതും സമ്പാദിക്കുന്നു, വഴിവിട്ട് പലതും സമ്പാദിക്കുന്നു, ഭരണത്തിൽ നിന്നും പലതും സമ്പാദിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിനെതിരെ വർഗീയ വിഷം തുപ്പുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ തുടർച്ചയായിട്ട് വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ഇക്കാലം അത്രയും അതിന് കുടപിടിക്കാനായിട്ട് സംസ്ഥാനത്തെ CPM നേതൃത്വം ഉണ്ടായിരുന്നു. ആ CPM-ന്റെ സമുന്നത നേതാവായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ട്. ഇപ്പോഴും അവരങ്ങനെ തന്നെ തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസമാണ് ഒരു മാധ്യമ പ്രവർത്തകനെ ഉൾപ്പെടെ വെള്ളാപ്പള്ളി വർഗീയവാദി അല്ലെങ്കിൽ തീവ്രവാദി എന്ന് വിളിക്കുകയും മുസ്ലിം സമുദായത്തിനെതിരെ വീണ്ടും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുകയും ഒക്കെ തന്നെ ചെയ്തത്. എന്നിട്ട് പോലും മുഖ്യമന്ത്രി പിണറായി വിജയനോ CPM-ഓ അദ്ദേഹത്തെ തള്ളിപ്പറയുന്ന ഒരു പ്രസ്താവനയും പുറപ്പെടുവിച്ചില്ല. അതിന് പിന്നാലെയാണ് ഈ പറയുന്ന പോലെ BJP ഇത് തങ്ങൾക്ക് പറ്റിയ ഒരാളാണല്ലോ എന്ന വൈകിയ വേളയിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനുമായിട്ട് കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കറെ ചുമതലപ്പെടുത്തുന്നത്. എന്തായാലും അദ്ദേഹം വന്ന് കണ്ട് സംസാരിച്ച് മടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ കയ്യിലിരിക്കുകയാണ് തന്റെ തീരുമാനം എന്താണെന്നുള്ളത്. ആ തീരുമാനം അദ്ദേഹം ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യും. എന്തായാലും BJPയെ സംബന്ധിച്ച് വെള്ളാപ്പള്ളിയെ കൂടെ കൂട്ടുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നേരത്തെ കഴിഞ്ഞ ദിവസത്തെ വെള്ളാപ്പള്ളിയുടെ ആ പ്രസ്താവനയ്ക്ക് പിന്നാലെ BJPയുടെ സംസ്ഥാന നേതൃത്വം ഒരു വെള്ളാപ്പള്ളിക്ക് പിന്തുണയുള്ള ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നു. BJP സംസ്ഥാന നേതൃത്വം പറഞ്ഞത് മലപ്പുറത്തെ ചില യാഥാർത്ഥ്യങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്, സാമുദായികമായ ചില യാഥാർത്ഥ്യങ്ങളാണ്, വസ്തുനിഷ്ഠമായ ചില കാര്യങ്ങളാണ് വെള്ളാപ്പള്ളി പറയുന്നത്. അതിനെ എങ്ങനെ വർഗീയമായിട്ട് നമുക്ക് കാണാൻ കഴിയും? അദ്ദേഹം സത്യമായി പറയുന്ന ഒരു കാര്യമാണ്, സത്യമായി പറയുന്ന ഒരു വ്യക്തിയാണ്, സത്യസന്ധനായ ഒരു വ്യക്തിയാണ്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ അങ്ങനെ ഒറ്റപ്പെടുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിക്കുന്ന ഒരു BJPയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറുവശത്ത് CPM കഴിഞ്ഞ കുറെ കാലമായിട്ട് അദ്ദേഹം നടത്തുന്ന ഈ വർഗീയ പരാമർശങ്ങൾക്കൊക്കെ തന്നെ പുടവയും പൂമാലയും ഒക്കെ തന്നെ ചാർത്തി അദ്ദേഹത്തെ ആശ്ലേഷിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെയും മന്ത്രി പരിവാരങ്ങളെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലേക്കാണ് വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിക്കാനായിട്ട് BJPയും എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ BJPയും CPM തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിരിക്കും ഇക്കാര്യത്തിൽ ഉണ്ടാവുക. വെള്ളാപ്പള്ളി ആരുടേതാണ്? ഞങ്ങളുടേതാണ് വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് മേൽ അവകാശവാദം ഉന്നയിക്കുന്ന BJPയെയും CPM-നെയും നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ കഴിയും എന്ന് പറയുന്ന ഒരു വളരെ വിചിത്രമായ രാഷ്ട്രീയത്തിലേക്ക് കേരളം പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും CPM-നെ സംബന്ധിച്ച് വലിയൊരു അങ്കലാപ്പിലാണ് അവർ ചെന്നുപെട്ടിരിക്കുന്നത്, വലിയൊരു പെടലാണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത്. കാരണം തങ്ങൾ ഇത്രയും നാളും പോറ്റിക്കൊണ്ടിരിക്കുന്ന, തങ്ങൾക്ക് എത്ര നാളും സഹായകരമാകുന്ന വർഗീയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിനെയെല്ലാം എൻഡോഴ്സ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ പ്രസ്താവന നടത്തുന്ന സമയങ്ങളിലൊക്കെ തന്നെ സംരക്ഷിച്ച് കൊണ്ടിരിക്കുന്ന ഒരു നേതാവ് അവർക്ക് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട്, ആ ഒരു നേതാവിന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് BJP വരുമ്പോൾ തങ്ങൾ ഇനി എന്ത് ചെയ്യും എന്ന് പറയുന്ന വലിയൊരു വിഷമസ്ഥിതിയിലാണ് CPM ഉള്ളത്. മാത്രവുമല്ല CPM-ഉം BJPയും തമ്മിലുള്ള ഒരു അന്തർധാര കൂടുതൽ ശക്തമാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. BJPയുടെയും CPM-ന്റെയും ഒരു കോമൺ ഫ്രണ്ട് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കാണാറുണ്ട്, കോമൺ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം. അത്തരത്തിൽ BJPയുടെയും CPM-ന്റെയും കേരള രാഷ്ട്രീയത്തിലെ ഒരു കോമൺ ഫ്രണ്ട് ആയിട്ട് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വർഗീയവാദി
മാറുന്ന ഒരു കാഴ്ചയ്ക്ക് നമ്മൾ കേരളത്തിലെ പൊതുസമൂഹം ഇപ്പോൾ സാക്ഷികളായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ആ കോമൺ ഫ്രണ്ടിനെ വെച്ചുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചില അഡ്ജസ്റ്റ്മെന്റുകൾക്ക് പറ്റുമോ എന്നുള്ള ചർച്ചകളാകാം ഒരുപക്ഷെ BJP-യും CPM നടത്തുന്നത്. നേരത്തെ തന്നെ ഈ കാര്യങ്ങളൊക്കെ പ്രതിപക്ഷവും കോൺഗ്രസും എല്ലാം പറഞ്ഞതാണ്. വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് അദ്ദേഹം SNDP-യുടെ ജനറൽ സെക്രട്ടറി പദത്തിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ BJP-യും CPM-ഉം തമ്മിലുള്ള ഒരു പാലമായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തിന് CPM-ലും ഈ പറയുന്ന പോലെ വലിയ ഒരു സ്വാധീനമുണ്ട്. ഒപ്പം തന്നെ BJP കേന്ദ്ര നേതൃത്വത്തിലും വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പാർട്ടികൾക്കിടയിലുള്ള ഒരു പാലമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറെ കാലമായിട്ട് പ്രവർത്തിക്കുകയാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ മകൻ നേതൃത്വം നൽകുന്ന BDJS എന്ന് പറയുന്ന പാർട്ടി അത് NDA-യുടെ ഒരു ഘടകകക്ഷിയാണ്. അങ്ങനെ വീട്ടിൽ അച്ഛൻ ഈ പറയുന്ന CPM-ഉമായിട്ട് പ്രഥമ ദൃഷ്ട്യ ബന്ധത്തിലാണ്, അല്ലെങ്കിൽ പ്രകടമായിട്ടും ബന്ധമാണ് എന്ന് കാണിക്കുന്നു. മകൻ BJP-യുടെ സഖ്യകക്ഷിയുടെ നേതാവായിട്ട് നിൽക്കുന്നു. അങ്ങനെ ഒരു കുടുംബത്തിൽ തന്നെ ഇത്തരത്തിൽ BJP-യെയും CPM-നെയും പുൽകുന്ന നേതാക്കൾ ഒന്നിച്ചുണ്ടാകുന്ന ഒരു വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്നൊക്കെ പറയുന്ന പോലെയുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും CPM ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് എന്താകുമെന്നതാണ് ഏറെ നിർണായകമാകാൻ പോകുന്നത്. BJP വെള്ളാപ്പള്ളി നടേശനെ ഏറ്റെടുക്കാൻ തയ്യാറായതോടുകൂടി CPM ഇപ്പോൾ ഈ വിഷയത്തിൽ വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടാകുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. CPM പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ CPM ഈ വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്നത് ഈഴവ വോട്ടുകളിൽ കണ്ടുവെച്ചുകൊണ്ടാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈഴവ സമുദായം തങ്ങളുടെ മുൻകാല വോട്ട് ബാങ്കായ ഈഴവ സമുദായം ഒന്നടങ്കം കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളാപ്പള്ളി എന്തൊക്കെ പറഞ്ഞാലും അതിനെയൊക്കെ തന്നെ തള്ളിപ്പറയാതെ ചിരിച്ചുകൊണ്ട് അതിനെയെല്ലാം സ്വീകരിച്ച് ഇങ്ങനെ കൂടെ കൂട്ടി നിൽക്കുന്നത്. എന്നാൽ ആ ഈഴവ സമുദായത്തിലെ വിവേചന ശേഷിയുള്ളവര് വെള്ളാപ്പള്ളി നടേശനെ ഒരു തരത്തിലും പിന്തുണയ്ക്കാത്ത നിരവധി ആളുകളുണ്ട്. അവരൊക്കെ തന്നെ ഈ പറയുന്ന വെള്ളാപ്പള്ളിക്കിടെ ഈ വർഗീയവാദത്തിനെതിരായിട്ടുള്ള ഒരു വികാരം വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് CPM-ന് കൂടുതൽ ബൂമറാങ്ങായിട്ട് മാറും. അവരുടെ ഒരു വാട്ടർ ലൂവായിട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും വെള്ളാപ്പള്ളിയുമായിട്ട് ഇനിയും കൂടുതൽ അടുത്ത് CPM പോകുന്നത് അവരെ കൂടുതൽ ചതിക്കുഴിയിലേക്ക്, അല്ലെങ്കിൽ കൂടുതൽ വാരിക്കുഴിയിലേക്ക് വീഴ്ത്തുന്ന ഒരു പ്രവണത ആയിരിക്കും. എത്രയും പെട്ടെന്ന് വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറഞ്ഞ് അദ്ദേഹത്തിന്റെ വർഗീയ പരാമർശങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ CPM എത്ര പെട്ടെന്ന് തീരുമാനമെടുക്കുന്നു അത്രയും നല്ല ഒരു ഭാവി അവർക്ക് ഉണ്ടാകും എന്നാണ് നമുക്ക് പറയാനുള്ളത്. നമുക്കറിയാം, ഇടതുപക്ഷം എന്ന് പറയുന്നത് കേരളത്തിൽ ഇത്തരത്തിലുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിൽ വർഗീയത പറയുന്ന നവോത്ഥാനത്തെ പിന്നോട്ടടിക്കുന്ന വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും അത്തരത്തിലുള്ള ആശയങ്ങളെയും ഒക്കെ തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവർക്കെതിരെ പോരാട്ടം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരുടെ വലിയ രീതിയിൽ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. SNDP-യെ പോലെയുള്ള പാർട്ടികൾ കേരളത്തിന്റെ നവോത്ഥാനത്തിൽ വലിയ രീതിയിൽ പങ്കുവഹിച്ച പ്രസ്ഥാനങ്ങളാണ്. കേരളത്തിന്റെ ഏറ്റവും ലോക ആരാധ്യനായിട്ടുള്ള ശ്രീ നാരായണ ഗുരുവിനെ പോലെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പേരിൽ രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് SNDP എന്ന് പറയുന്നത്. ആ SNDP-യുടെ തലപ്പത്തിരുന്നു കൊണ്ടാണ് വെള്ളാപ്പള്ളി ഇത്തരത്തിലുള്ള കൊടും വർഗീയ വിഷം വമിക്കുന്നത്. ആ വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിക്കാൻ ഇടതുപക്ഷത്തിന് എങ്ങനെ കഴിയുന്നു എന്ന ചോദ്യം കഴിഞ്ഞ കുറെ കാലമായിട്ട് കേരളീയ പൊതുസമൂഹത്തിൽ ഉയരുന്നുണ്ട്. എന്നാൽ അതിനൊന്നും മറുപടി പറയാതെ വെള്ളാപ്പള്ളി ഒന്നും തന്നെ പറയുന്നില്ല, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി പറയുന്നതിൽ വർഗീയത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെയൊക്കെ തന്നെ ഒരു നോർമലൈസ് ചെയ്തുകൊണ്ട് അതിനെയൊക്കെ തന്നെ സിമ്പിളായിട്ട് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു CPM-നെയും അതിന്റെ നേതൃത്വത്തെയുമാണ് നമുക്ക് ഇതുവരെയും കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ BJP-യും CPM-ഉം തമ്മിൽ ഏത് തരത്തിലാകും വെള്ളാപ്പള്ളിയെ നോക്കിക്കാണുക, അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയിൽ അവകാശവാദം ഉന്നയിക്കുക എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ്.